കെ വി രാഹുൽ കൂടി ചേരുകയാണ് മാനന്തവാടിയിൽ നിന്ന്. രാഹുൽ, ഇന്നലെ ആളുകളൊക്കെ പരിഭ്രാന്തിയിലും ആശങ്കയിലും ഒക്കെ ആയിരുന്നു. ഇന്ന് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്ന വാർത്ത അറിയുമ്പോൾ എന്താണ് മാനന്തവാടിക്കാർ പറയുന്നത്? അഞ്ജിത, ഇന്നലെ രാത്രി 12:10 തണ്ണീർക്കൊമ്പനുമായി വനം വകുപ്പിൻ്റെ വാഹനവ്യൂഹം മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടക്കുന്നത്. നമ്മളും ഉണ്ടായിരുന്നു ഈ ചെക്ക് പോസ്റ്റ് കടത്തിവിടുന്നതിന്. ആ സമയത്ത് നമ്മൾ DFOയോട് സംസാരിച്ച സമയത്ത് ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് പ്രതികരിച്ചത്. നമ്മളിപ്പോൾ ഇന്നലെ ഈ ദൗത്യം നടന്ന ആ സ്ഥലത്ത് തന്നെയാണുള്ളത്. ഈ വാഴത്തോട്ടത്തിലാണ് ആന മണിക്കൂറുകളോളം നിലയുറപ്പിച്ചത്. കുറച്ച് വാഴകളൊക്കെ നശിച്ചതായി കാണാൻ കഴിയും. അതിലും സാധാരണ ഒരു കാട്ടാന ജനവാസ മേഖലയിലേക്ക് അല്ലെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിധത്തിലൊന്നും പോരാ നാശനഷ്ടം എന്നതാണ്. അത്രയും ശാന്ത സ്വഭാവക്കാരനായാണ് തണ്ണീർക്കൊമ്പൻ ഉണ്ടായിരുന്നത്. ഈ വാഴത്തോട്ടത്തിലൂടെ പല സ്ഥലങ്ങളിലേക്കായി നടന്നു. എൻ്റെ ഈ വലതുഭാഗത്തായുള്ളത് ഒരു കുന്നിൻ ചെരിവാണ്. അവിടെ കോളനിയാണ്, നിരവധി വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു ഘട്ടത്തിൽ ആന ആ കുന്നിന് മുകളിലേക്ക് കയറി കുറച്ച് സമയം നിന്നിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കിയൊക്കെയാണ് തിരികെ ഈ വാഴത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നതും. കൃത്യം ഏകദേശം നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് ആനയ്ക്ക് ആദ്യ മയക്കുവെടി വെക്കുന്നത്. പക്ഷേ അത് ദേഹത്ത് കൊണ്ടില്ല. പിന്നീട് ഇവിടെ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷമാണ് കൃത്യമായ ആനയുടെ ഇടത് കാലിന് പിൻവശത്തായി ആദ്യ മയക്ക് ഡോസ് വെക്കുന്നത്. നമ്മോടൊപ്പം ഇവിടെയുള്ള ആളുകളുണ്ട്, തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടുകാരാണ്, ഈ ദൗത്യം മുഴുവൻ കണ്ടവരാണ്. ഒപ്പം ആന ഇറങ്ങിയ സമയം മുതൽ അതിനെ നിരീക്ഷിച്ച് നിന്ന ആളുകളാണ്. തീർച്ചയായും നമ്മളിവിടുന്ന് പിടികൂടി കൊണ്ടുപോയി, പക്ഷേ ചെരിഞ്ഞുപോയി. അതെ, ആ വാർത്ത കേട്ട് വളരെ വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ ജീവനെക്കാട്ടും കൂടുതൽ അതിൻ്റെ ജീവനൊന്നും സംഭവിക്കരുതെന്നാണ് കരുതിയത്. പൊതുവെല്ലാം നാട്ടുകാരായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും. പക്ഷെ ഇന്ന് കാലത്ത് ആ വാർത്ത കേട്ട പിന്നെ ഞങ്ങളൊക്കെ വളരെ ദുഃഖത്തിലാണ്. ഞങ്ങളെ കുടുംബത്തിലൊരു അംഗം പോയതിന് തുല്യം തന്നെയാണ്. ഞങ്ങൾക്ക് മനോവിഷമം വളരെയധികം ഉണ്ട്. കാരണം ആ വാർത്ത ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയല്ല. കാരണം ഇന്നലെ അതിന് യാതൊരു പ്രശ്നം, ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശമാണെങ്കിലും ലോറിയിലേക്ക് കയറ്റുന്നത് വരെ വലിയ പ്രയാസമൊന്നും കണ്ടിരുന്നില്ല. എന്നാലും ഞങ്ങൾ ഇങ്ങനൊരു വാർത്ത ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത് വളരെ ദുഃഖകരമാണ്, വളരെ സങ്കടമുണ്ട്. ഞങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമില്ലായിരുന്നു. അത്രക്കും വിഷമമാണ്. കാരണം ഒരു 13 മണിക്കൂറോളം ഞങ്ങൾ അതുമായിട്ട് തന്നെ ഈ പരിസരത്ത് തന്നെയായിരുന്നു ഉള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 12 മണി വരെ അതിനെ കൊണ്ടുപോകുന്നവരെ ഞങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വാർത്ത ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ്. അതിനെ ഈ വാഹനത്തിൽ കയറ്റിയ സമയത്ത് കൈയടിച്ചൊക്കെയാണ് യാത്രയാക്കിയത്. തീർച്ചയായും ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ളൊരു സന്തോഷം ഏറെക്കുറെ ഉണ്ടായിരുന്നു. ശരിയാണത്. കാരണം മുഴുവനും ജനവാസ കേന്ദ്രമാണ്, ചുറ്റും ടൗണാണ്. ആനക്ക് യാതൊരു വിധത്തിലും ഒരു സ്ഥലത്തേക്ക് മാറിക്കയറാനുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. കാരണം ഒന്ന് 10 അടി മാറിയാൽ ടൗണിലാണ്, അതുപോലെ ഇങ്ങോട്ട് മാറിയാലും ചുറ്റുവട്ടം ടൗണാണ്, മെയിൻ റോഡാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആന ഒരു കുഴിയിൽ പെടും പോലെയായിരുന്നു ഇവിടെ പെട്ടത്. അതിനുശേഷം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനോ യാതൊരു സംവിധാനങ്ങളില്ലായിരുന്നു. പിന്നെ അതുപോലെ കുങ്കിയാനയുടെ പാപ്പന്മാരാണ്, അവരെ പ്രത്യേകിച്ച് എടുത്തു പറയണം. അവർ വന്നതിന് ശേഷമാണ് ആനയെ മഴക്ക് വെക്കാനുള്ള സ്പോട്ടിൽ എത്തിക്കുകയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. എന്താ പറയാൻ? എന്താ പറയാന്, ഭയങ്കര ഒരു സങ്കടം തോന്നി. അപ്പോൾ നമ്മൾ ഇന്നലെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ വീടും പരിസരമൊക്കെ ആകെ നാശ പോലായിട്ട് നിൽക്കായിരുന്നു. അതായത് അഞ്ജിത, ഈ സ്പോട്ടിന്, ഈ ദൗത്യം നടന്ന സ്പോട്ടിന് ഏറ്റവും അടുത്തുള്ള വീടാണ് ഇവരുടേത്. ആളുകളൊക്കെ കൂടിയത് അവിടെയാണ്. ആ ഒരു ആവശ്യത്തിൽ രാവിലെ എണീറ്റ് നമുക്ക് ആന എന്തായാലും പോയല്ലോ, പിന്നെ അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചു. അപ്പോൾ രാവിലെ പണികളൊക്കെ തീർക്കുന്ന വീടും പരിസരമൊക്കെ വൃത്തികേടായിട്ട് അതൊക്കെ ശരിയാക്കാൻ വിചാരിച്ചിട്ട് രാവിലെ എണീറ്റപ്പോഴാണ് ചാനലുകാരൊക്കെ വന്ന്. അതിന് ശേഷമൊന്നും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വാർത്ത വെച്ചപ്പോൾ ആന ചെരിഞ്ഞു എന്നുള്ള ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. നമ്മളൊരു കുടുംബത്തിലുള്ള ഒരു അംഗം ഇപ്പോൾ തന്നെ ഒരു സങ്കടമാവുന്നുണ്ട്. പിന്നെ അതുപോലെ ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ വേറെ എന്താ, ഒന്നും പറയാനില്ല. കണ്ണ് നിറയുന്നുണ്ടോ? കണ്ണ് നിറയല്ല, നമുക്ക് അങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇപ്പോൾ നമ്മളെ ആട് രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് നമുക്കൊരു വല്ലാത്തൊരു വിഷമമായി പോയി. പിന്നെ ആന ചെരിഞ്ഞു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തന്നെ നമുക്ക് തോന്നിയത്. അതായത് വീട്ടിന്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് കാട്ടാനുള്ളത്, എന്നാലും നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടു. കാരണം അത് അങ്ങനെ ഒരു അക്രമമൊന്നും കാണിച്ചില്ല. ഇപ്പം ഇതിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ ആട് കരയുന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കി, എന്നാലും ഒരു അക്രമമൊന്നും അത് കാണിച്ചില്ല. എന്നാലും ചെരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് തോന്നിയത്. നമ്മൾ അത് തന്നെ ഒരു കുടുംബത്തിലെ അംഗം പോലെ രാവിലെ മുതലേ ഇങ്ങനെ ആയിട്ട് ഒരു അക്രമമൊന്നും കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. വീട്ടിലെ പണിയൊക്കെ കഴിച്ചു വന്നിട്ട്? ഇല്ല, കഴിച്ചിട്ടില്ല. ആ ഒരു ടെൻഷനകത്ത് ഒരു പണിയും കഴിച്ചിട്ടില്ല നമ്മൾ. അതിങ്ങനെ ഒരു എന്താ പറയുക, ആകെ ഒരു ടെൻഷൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെയും നിങ്ങൾ വന്നത്. പണിയൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ ആനയെ കണ്ടിരുന്നില്ലല്ലേ?
ഒന്നും പറയൂല. ചേച്ചി എന്താ അത് തന്നെ പറയാനുള്ള രാവിലെ വെച്ചാൽ ഒരു 8:30 മുതൽ ഈ മോളാ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത്. വീട്ടിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ 6:45 ഞങ്ങളുടെ കൊച്ചുമോള് ടൂറിന് പോകുന്നതാണെ കൊണ്ടുവിടാനായിട്ട് പോയിട്ട് വന്ന് അപ്പോൾ പറഞ്ഞു പിന്നെ പട്ടി ഈ സൈഡിലെല്ലാം പട്ടി കുരയ്ക്കുന്ന കേട്ടപ്പം ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് മക്കളെ ആനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ അതാ അവിടെ നിന്ന് 2 മരവും പെടത്തി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ദേ വീട് ഒരു വലിയ വീടുണ്ട്. ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അവിടെ 2 മരമുണ്ട്. അത് തട്ടി അപ്പോൾ അത് ഇങ്ങനെ ഈ സൂര്യൻ്റെ ഈ രശ്മികൾ പതിക്കുന്നത് മഞ്ഞും ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഇവനെ കണ്ടില്ല. ഇത് തട്ടിയപ്പം നമുക്ക് പിന്നെ പുള്ളിക്കാരൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഞങ്ങളെ നോക്കി, ഈ പറഞ്ഞ പോലെ ഒന്ന് ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഇതിലെല്ലാം നടന്നു വന്ന് ഇവിടെ വന്ന് വെള്ളവും കുടിച്ച് കുറേ വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ചിട്ട് പിന്നെ അപ്പോഴത്തേനും എല്ലാവരും എത്തി. അതായത് ഉദ്യോഗസ്ഥരും ചാനലുകാരും എല്ലാവരും തന്നെ പിന്നെ ഫോറസ്റ്റുകാരും പോലീസുകാരും എല്ലാവരും ചെരിഞ്ഞു കേട്ടപ്പോൾ തോന്നി ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞ നിതിര പറഞ്ഞ പോലെ കാര്യം അത് കാട്ടാനയാണെങ്കിലും കാട്ടാനയുടേതായ യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾ ഈ ഭാഗത്ത് ഞങ്ങൾ 2 കൂട്ടരുമാണ് അടുത്തുള്ളത്, ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു പാവം പിടിച്ച്. പക്ഷെ രാവിലെ ഇത് മോളെ അപ്പുറത്ത് അവളോ അയ്യോ ആൻറ്റി എന്നും പറഞ്ഞാൽ അടുക്കളയിൽ ഇപ്പോൾ മോള് പറഞ്ഞ പോലെ ഒരു ജോലിയും ഭക്ഷണവും ഇന്നലെ ഉണ്ടാക്കിയില്ല, ഇന്നും ആയിട്ടില്ല, അടുക്കിപ്പറക്കി വരുന്നേ ഉള്ളൂ. അപ്പോഴും മോൾ ഓടി വന്നിട്ട് അയ്യോ ആൻറ്റി അത് ചെരിഞ്ഞു. അപ്പോഴത്തേനും അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈ വെച്ച് പോയി. ഭയങ്കര സങ്കടമായി. ഇപ്പോൾ എന്ന് വെച്ചാൽ കൊച്ചു മോള് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ പോലെ ഒരു അംഗത്തെ പോലെ തോന്നി. എന്നാലേ അതെല്ലാം മയക്കുവെടി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്തൊരു വേദന. കാരണം നമുക്കൊരു ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഉള്ള വേദന എന്താ അത് പറഞ്ഞു. ഇപ്പോൾ ആനയാണെങ്കിലും അത് മിണ്ടത്തില്ലല്ലോ. ഭയങ്കര സങ്കടം, എന്തോ നികത്താനാവാത്തൊരു സങ്കടം. കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിഷമമായി. ഇങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല. കയറിക്കൊണ്ടുപോയി അവരുടെ വനത്തിൽ വീടും അത് കാണാൻ വേണ്ടി നമ്മൾ ചാനലുകൾ ഇങ്ങനെ മാറി വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയത്. അപ്പോഴാണ് സങ്കടമായി, വല്ലാത്ത സങ്കടം. വനത്തിൽ തുറന്നു വിട്ടു ആരോഗ്യവാനാണ് എന്ന് കാണാൻ നിന്നതാ. അത് കാണാൻ നിന്ന് അവിടെ തുറന്നു വിട്ടു ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി തുറന്നു വിട്ടു സന്തോഷത്തോടെ പോയി. ആ വാർത്ത കേൾക്കാൻ നമ്മൾ കാത്തിരുന്നു. പക്ഷെ നമ്മളെ വേദനിപ്പിച്ച് കണ്ണില്ലാത്ത അല്ല ഞങ്ങളെല്ലാവരും അതെ ഭയങ്കര സങ്കടമായിപ്പോയി. തീരാത്ത അതായത് നമ്മൾ മേടിച്ച പോലെ ഒരു മൃഗത്തെ പോലെ നമ്മൾ കണക്കായി. നമ്മുടെ ഇപ്പോൾ എനിക്കുണ്ട് ആട്, അതിന് പോലും തീറ്റയില്ല ഇന്നലെ, അതിന് വെള്ളം കൊടുത്തില്ല ഇന്നലെ, ഒന്നും ചെയ്തില്ല. അത്രയും വിഷമമായിപ്പോയി. ഭയങ്കര സങ്കടം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സങ്കടം. ഈ വിധത്തിലാണ് ഇന്നലെ ഒരു പകലും രാത്രി വരെ ഒരു 10 മണി വരെ ഈ സ്ഥലത്തുണ്ടായതാണ്. അപ്പോൾ അത്രോളം ഇഷ്ടപ്പെട്ട് വന്നിരുന്നു തണ്ണീർക്കൊമ്പനെ എന്നതാണ്. ഏതായാലും നമ്മുടെ ഈ വാഴത്തോട്ടത്തിൻ്റെ ഉടമകൾ കൂടി ചേരുന്നുണ്ട്. വലിയ നാശനഷ്ടമുണ്ടോ? ഇല്ല, വലുതായിട്ടില്ല, എങ്കിലും ഉണ്ട്. കാരണം ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞാൽ കൊത്താറായ വാഴകളാണുള്ളത്. ഞാനൊരു 1000 വാഴ വെച്ചിട്ടുണ്ട്, രായേട്ടൻ ഒരു 700 വെച്ചിട്ടുണ്ട്, മത്തായി ഒരു 1000 വാഴ വെച്ചിട്ടുണ്ട്. പാട്ടത്തിനെടുത്തിട്ട് ചെയ്യുന്നതാണ് നമ്മൾ. പക്ഷേ ഇത് കൃഷി പോയതിനെക്കാട്ടി ഒരു വിഷമം നമുക്ക് ആന ചെരിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴാണ്. പക്ഷെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, പോലീസ്, മീഡിയകൾ, പത്രപ്രവർത്തകർ, ജനങ്ങൾ. കൃഷി പോയത് പോട്ടെ, തണ്ണീർക്കൊമ്പൻ രക്ഷപ്പെട്ടാൽ മതി. അതെ അത് തന്നെയായിരുന്നു ഉദ്ദേശം. കാരണം കൃഷി നമുക്ക് നാളെ ഉണ്ടാക്കി. ഇതിപ്പോൾ ആർക്കും പിടിച്ചു കെട്ടാനോ അല്ല ഒരു സർക്കാരിനെ കുറ്റം പറയാനോ അല്ല മന്ത്രീനെ കുറ്റം പറയാനൊന്നും നമ്മളാളല്ല കേട്ടോ. എനിക്കും പറയാനുള്ളതൊക്കെ തന്നെയാണ്. കൃഷി എന്തായാലും നശിച്ചു. നമ്മളൊക്കെ എന്ന് പറയാൻ ഇങ്ങനെ കടവുകളൊക്കെ മേടിച്ചിട്ടൊക്കെ ചെയ്ത കൃഷികളൊക്കെയാണ്. ഇന്നലെ എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥന ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ വാർത്ത അറിഞ്ഞ് നോക്കുമ്പോൾ അതിയായ ദുഃഖമുണ്ട്. വേറെ ഇപ്പം എന്ത് പറയാനാ, പോയി അത്ര തന്നെ ഉള്ളൂ. ചേട്ടൻ്റെ അത് തന്നെയാണ് രാജേട്ടൻ പറഞ്ഞു. അതില്ല, പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നമ്മുടെ കൃഷി പോയാലും കടം മേടിച്ചിട്ട് കൃഷി ചെയ്താണെങ്കിലും നമുക്ക് സങ്കടമില്ല. പക്ഷേ എന്താണ്, ആന പോയതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം. കാരണം ഞങ്ങളുടെ കൃഷി നശിപ്പിച്ചിട്ടെങ്കിലും ആന രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ളവർ. ആന ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് വന്നു, കൃഷിയിടത്തിൽ ഇറങ്ങിയപ്പോൾ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഇന്നങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് ആന ചെരിഞ്ഞതിലാണ് ഇപ്പം നമുക്ക് സങ്കടമുള്ളത്. രാഹുലിലേക്ക് വരാം. ഇത്
പ്രതികരണം കേൾക്കാം. എന്നിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാത്തതിൽ ഞങ്ങൾക്കൊക്കെ അമർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഈ വിവരം അറിഞ്ഞു നോക്കുമ്പോഴാണ് ഏറ്റവും സങ്കടമായി പോയത്. കാരണം ഇന്നലെ രാവിലെ തൊട്ട് രാത്രി വരെ ഞങ്ങളിതിനെ ജീവനോടെ കണ്ടുകൊണ്ടിരുന്നതാണ്. അത് നേരം വെളുത്ത് നോക്കുമ്പോൾ അത് പോയി എന്ന് പറയുന്നത് നോക്കുമ്പോൾ ഒരു ദുഃഖമുണ്ട്. ശരി രാഹുൽ, എന്തായാലും എന്ത് സംഭവിക്കും